വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ നമുക്ക് മാപ്പ് ചെയ്യാനുണ്ട് അല്ലെ. നമുക്ക് 4 മാർക്കിന് മാപ്പ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓരോന്നിനും ഓരോ മാർക്കായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പബ്ലിക്കിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം എന്നതാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിവർ rises from the Brahmagiri hills in Karnataka. ഓക്കെ, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നദി ബേസ്ഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, മൗണ്ടെയിൻസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഐലൻഡ് ബേസ്ഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ കൊടുമുടികളെ ഓക്കെ അറിയാലോ. ദെൻ നമ്മുടെ സ്റ്റേറ്റുകളെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതിന് ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം നോർത്ത് ഏതാണ്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിൻ്റെയും ലൊക്കേഷൻ എവിടെയാണ്. ഓക്കെ, ഒട്ടുമിക്ക നമ്മൾ ഒരേ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കുറേ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും ലൊക്കേഷന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മുടെ ആൻസർ കാവേരി റിവർ ആണ്. ഓക്കെ, കാവേരി റിവർ ആണ് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. അപ്പൊ കാവേരി, നമ്മൾ നദി അടയാളപ്പെടുത്തുമ്പോൾ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങള്, സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. കാവേരി റിവർ എങ്ങനെയാ, കർണാടക, തമിഴ്നാടിലൂടെ ബേ ഓഫ് ബംഗാളിലോട്ട് പതിക്കുന്ന നദിയാണ്. അപ്പൊ നിങ്ങളിത് ഇങ്ങനെ കർണാടക ഇങ്ങനെ എന്ത് ചെയ്യുക, വളഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക, നദിയാണ്. ഓക്കെ, ബേ ഓഫ് ബംഗാളിൽ അങ്ങോട്ട് ഒരു വാല് നീട്ടി കൊടുക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അല്ലെങ്കിൽ വേറെയും ക്വസ്റ്റ്യൻസ് വരാം, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അപ്പൊ നമുക്ക് ഓരോ അറ്റങ്ങളിലുള്ള സംസ്ഥാനങ്ങളും അതുപോലെ അറിഞ്ഞിരിക്കണം. ഗുജറാത്ത്. ഓക്കെ, തെക്കേ അറ്റത്ത് കേരളമാണ്. ഗുജറാത്ത് അറിയാലോ. യെസ്, ഗുജറാത്ത്. ദെൻ ഗുജറാത്ത് സ്റ്റേറ്റ്. അടുത്തത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദ ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റഡ് ഇൻ ദി ഡെൽറ്റ ഓഫ് ഗംഗ റിവർ. ഗംഗാ നദിയുടെ ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവമണ്ഡല റിസർവേഷൻ അല്ലെ, അറിയാലോ, സുന്ദർബൻ ഡെൽറ്റ. അത് വളരെ പ്രശസ്തമാണ്. എവിടെയാണ് ലൊക്കേഷന്? വെസ്റ്റ് ബംഗാളിലെ നമ്മുടെ കൊൽക്കത്തന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയാണ് വരുന്നത് സുന്ദർബൻ. ഓക്കെ, അടുത്തത് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഓക്കെ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആനമുടിയാണ് കേട്ടോ. ആനമുടി എവിടെയാ വരുന്നത്? നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, നമ്മുടെ കേരളത്തിന്റെയും കർണാടകയുടെയും ഈ ഒരു ഭാഗത്താണ് ആനമുടി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, അത് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An island ഗ്രൂപ്പ് ഇൻ ദി അറേബ്യൻ സീ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? നമുക്ക് അറബിക്കടലിലും ദ്വീപസമൂഹമുണ്ട്, അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിലും ഉണ്ട്. ഓക്കെ, അറബിക്കടലിൽ ഏതാണ്? ലക്ഷദ്വീപാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കുഞ്ഞു 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 സംഭവങ്ങളായിട്ട് കാണുന്നതാണ് ഏത്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് ഇത്. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്? ആൻഡമാൻ ഐലൻഡ് വരുന്നത്. അടുത്തത് ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈ ആണ് അല്ലെ. അപ്പൊ ചെന്നൈ നമുക്കറിയാം, ലൊക്കേഷൻ അറിയില്ലെങ്കിൽ പ്രശ്നമാണ്. എവിടെ വരും ഈ ചെന്നൈ? ഇവിടെ എങ്ങനെയാണ് അല്ലെ ചെന്നൈ വരുന്നത്. യെസ്. അടുത്തത് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് അല്ലെ. ഇതാണ് ഇവിടെ കാണുന്നുണ്ട്, ഗോവ. ഓക്കെ, ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അടുത്തത് സോയസ് റീജൻ ഓഫ് റിവർ ലൂണി. അപ്പൊ ലൂണി നദിയുടെ ഉത്ഭവ പ്രദേശം എവിടെയാണ്? എവിടെയാണ്? ആരവല്ലി റേഞ്ച് ആണ് അല്ലെ.
നമ്മുടെ ആരവല്ലി റേഞ്ച് എവിടെയാ വരുന്നത് രാജസ്ഥാന്റെ സെൻട്രൽ ഭാഗത്താണ്. അപ്പൊ നമുക്കറിയാം ലൂണി റിവർ പോകുന്നത് തന്നെ രാജസ്ഥാനിലൂടെയാണ് കടന്ന് ചെല്ലുന്നത്. അപ്പൊ ആരവല്ലി റേഞ്ച്. അടുത്തത് ദ റീജിയൻ നോൺ ആസ് മൊളാസിസ് ബേസിൻ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന പ്രദേശം എവിടെയാണ് എന്നുള്ളതാണ്. എവിടെ? മിസോറാമിലാണ് കേട്ടോ. മൊളാസിസ് തടം മിസോറാമിലാണ്. അപ്പൊ ഇന്ത്യന്റെ മാപ്പിൽ മിസോറാം എവിടെയാണെന്ന് അറിയാലോ. ഈ ഏറ്റവും ഈസ്റ്റ് ഭാഗത്തുള്ള ഈ ഒരു തൂങ്ങിക്കിടക്കുന്ന ഭാഗമില്ലേ, ഇതാണ് മിസോറാം. അപ്പൊ എപ്പോഴും അറിയണം ഓരോ സ്റ്റേറ്റ് എവിടെയാണെന്നുള്ളത്. ദ ക്യാപിറ്റൽ ഓഫ് ദിസ് സ്റ്റേറ്റ് ജസ്റ്റ് നോർത്ത് ഓഫ് കേരള. അല്ലെ, ശ്രദ്ധിക്കുക, കേരളത്തിന് തൊട്ട് വടക്കായിട്ട്, വടക്കും തെക്കും പടിഞ്ഞാറും ഒക്കെ അറിഞ്ഞിരിക്കണം, വടക്കായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ചോദിച്ചത്. അപ്പൊ ഇതാണ് കേരളം. കേരളത്തിന്റെ വടക്ക് ആരാ വരുന്നത്? കർണാടകയാണ്. അല്ലെ, അപ്പൊ കർണാടകയിലെ നമ്മുടെ ബാംഗ്ലൂരാണ് തലസ്ഥാനം വരുന്നത്. ആ ബാംഗ്ലൂരിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ എങ്ങനെയാണ് കേട്ടോ. അപ്പോ ബാംഗ്ലൂർ. യെസ്. അടുത്തത് ദ ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ലൊക്കേറ്റഡ് ഇൻ ദി നോർത്തേൺ മൗണ്ടെയിൻസ് ആൻഡ് ദി പെനിൻസുലാർ പ്ലേറ്റു. ഉത്തര പർവ്വത മേഖലയ്ക്ക് ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അറിയാലോ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ ഉത്തര മഹാസമതലമാണ്. അപ്പൊ അത് ഒരുപാട് സ്റ്റേറ്റുകള് അല്ലെ അടങ്ങിയതാണ് നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജസ്ഥാന് വരുന്നുണ്ട്, കംപ്ലീറ്റ് വരുന്നില്ല. രാജസ്ഥാന്റെ വെസ്റ്റ് നോർത്തേൺ ഭാഗത്ത് നിന്ന് നമ്മൾ പഞ്ചാബ് ടച്ച് ചെയ്യണം, ഹരിയാന, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ, അസം. അതേപോലെ ഏതും കൂടെ വരണം. യെസ്, നമ്മുടെ വെസ്റ്റ് ബംഗാൾ. ഇതാണ് നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻസ്, ഉത്തര മഹാസമതലം. The last question, the mountain range parallel to west coast. അല്ലെ, പശ്ചിമ തീരത്തിന് സമാന്തരമായി നിലകൊള്ളുന്ന പർവ്വത നിര ഏതാണ്? വെസ്റ്റേൺ ഗാട്സ്. അറിയാലോ, പശ്ചിമഘട്ടം. ഏതൊക്കെ സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നുണ്ട്? യെസ്, നമ്മുടെ കേരളത്തിന് ഇങ്ങനെ പോയിട്ട് കർണാടക, ഗോവ, മഹാരാഷ്ട്ര വരെയാണ് വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, അപ്പൊ തെറ്റിപ്പോകരുത്. ഓക്കെ, ഉത്തര മഹാസമതലവും വെസ്റ്റേൺ ഗാട്സും ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് അല്ലെ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറുകൾ അറിഞ്ഞിരിക്കണം. ഓരോ സംസ്ഥാനങ്ങളുടെയും ലൊക്കേഷൻസ് അറിഞ്ഞിരിക്കും. റിവേഴ്സ് ഒക്കെ ആവുമ്പോൾ കാവേരി മാത്രല്ല, മഹാനദി ചോദിക്കാം, ഗോദാവരി ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കൃഷ്ണ റിവർ ഒക്കെ ചോദിക്കുക. ഗംഗ, നമുക്ക് ഒരുപാട് ഡ്രൈനേജ് ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പല ഉപദ്വീപീയ നദികളുമുണ്ട്, ഹിമാലയ നദികളും പഠിക്കാനുണ്ട്. അത് പോകുന്ന സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.